السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം അത് പച്ചപിടിപ്പിക്കാൻ പല നിലക്കുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, നന്നായി പഠിച്ച് വലിയ ഉദ്യോഗങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പല നിലക്കുള്ള പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അലട്ടലില്ലാതെ വിഷമങ്ങളില്ലാതെ കടങ്കണിയിൽപ്പെടാതെ പ്രയാസങ്ങളില്ലാതെ റാഹത്തുള്ളൊരു വീട് വേണം, ആവശ്യാനുസരണം സഞ്ചരിക്കാൻ റാഹത്തുള്ളൊരു വാഹനം വേണം, നല്ല കുടുംബജീവിതം. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നാം എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദുനിയാവ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല, ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമല്ല. ഹലാലായ രൂപത്തിൽ സമ്പാദിച്ചാൽ ആ സമ്പാദ്യം കൊണ്ട് നമ്മുടെ കുടുംബം സന്തോഷത്തോടുകൂടെ മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കാതെ നമുക്ക് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അതോടൊപ്പം പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള ഒരു കഴിവും അള്ളാഹു നമുക്ക് നൽകിയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളും സന്ദർഭങ്ങളും ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടുമായി അത് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ ദുനിയാവ് അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഹലാലായ ഭക്ഷണം നമുക്ക് വേണം, ധരിക്കാൻ ആവശ്യമായ വസ്ത്രം നമുക്ക് വേണം, നമുക്ക് അനുയോജ്യമായ വീട് നമുക്ക് വേണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ദുനിയാവ് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ അത് പൂർണ്ണമായും ഹലാലായതായിരിക്കണം. മറ്റൊരുത്തനെ വഞ്ചിച്ചുകൊണ്ടോ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടോ ആവാൻ പാടില്ല. മറ്റൊരുത്തന്നെ അർഹതപ്പെട്ടത് തട്ടിയെടുത്തുകൊണ്ടാവാൻ പാടില്ല. നാം അധ്വാനിച്ച് നാം കഷ്ടപ്പെട്ടുകൊണ്ട് ആ വകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിലേക്കുള്ള വഴിയിലേക്ക് നാം തിരിയുമ്പോൾ തീർച്ചയായും റബ്ബ് നമുക്ക് കണക്കാക്കിയതിൽ അതിൽ അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകി നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിയും. എത്രയെത്ര ആളുകളുണ്ട്, അവർ വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ്, വളരെ വിഷമിച്ച് കഴിഞ്ഞിരുന്ന ആളുകൾ. പക്ഷേ അവർ സ്വന്തം നാടിൽ അതല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ അതല്ലെങ്കിൽ അന്യ നാടുകളിൽ പോയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവർ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി. പിന്നീട് അത് അല്ലാഹു തആല അവർക്ക് വലിയ ബറക്കത്ത് നൽകിയിട്ട് അതിൽ വലിയ വിശാലത നൽകിയിട്ട് അവർ ഉന്നതങ്ങളിലേക്ക് വലിയ സമ്പന്നന്മാരായി മാറിയ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ, ഒരിക്കലും ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എൻ്റെ കച്ചവടം തുടങ്ങിയാൽ ഇതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ അതല്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമോ എന്ന നിലക്ക് മാറി നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നാം സംരംഭങ്ങൾ തുടങ്ങുക, എന്നിട്ട് അത് വിപുലീകരിക്കാനുള്ള വഴികൾ, അതിനുള്ള തന്ത്രങ്ങൾ മെനയുക. എല്ലാം നേരായ വഴിയിൽ ഹലാലായ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു തആല അതിൽ ബറക്കത്ത് ചെയ്തിട്ട് നമുക്കത് വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നോക്കും, ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുമൈദ് സഅദി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജ്മിലു ഫീ തലബിദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ തേടുന്ന വിഷയത്തിൽ നേരായ വഴികൾ, ഖൈറായ വഴികൾ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ഫഇന്ന കുല്ലൻ മയസ്സുർ ലിമാ കുതിബ ലഹു മിൻഹാ, ആ ദുനിയാവിൽ നിന്നും അല്ലാഹു തആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണക്കാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് നിങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരും. അതുകൊണ്ട് ഹലാലായ വഴികൾ സ്വീകരിക്കുമ്പോൾ, ഹലാലായ മാർഗത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് അല്ലാഹു തആല അതിൽ വലിയ ബറക്കത്ത് ചെയ്യും. നമ്മുടെ കൃഷി അല്ലാഹു തആല അതിൽ വലിയ ഖൈർ ചൊരിയും. നാം നന്നായി പഠിക്കുന്ന മക്കളാണെങ്കിൽ അവരെ നന്നായി പഠിക്കാനുള്ള എല്ലാ വഴികളും അവർക്ക് നാം എളുപ്പമാക്കി കൊടുക്കുമ്പോൾ റബ്ബ് അവരെ സഹായിച്ചുകൊണ്ട് ഉന്നതമായ ഉദ്യോഗത്തിലേക്ക് അവരെത്തിപ്പെടാൻ വേണ്ടി അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. നാം അല്ലാഹു നൽകുന്ന ഓരോ കാര്യങ്ങളിലെയും പിന്നാലെ പോയി അതിൽ പരിശ്രമിച്ചുകൊണ്ട് നന്മയിലേക്ക് എത്തിപ്പെടാൻ, ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അതിന് ഖൈറിന്റെ വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. അല്ലാഹു തആല നമ്മുടെയൊക്കെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാകട്ടെ. കടങ്ങളില്ലാതെ, അല്ലലില്ലാത്ത സന്തോഷമുള്ള ജീവിതം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.